ദൃശ്യം 3 വളരെ മികച്ച അഭിപ്രായത്തോടെ തന്നെ മുന്നേറുകയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ചിലത് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് ദൃശ്യം 3 ആയിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇപ്പം എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതായത് മമ്മൂട്ടിക്ക് 100 കോടി ക്ലബ്ബില്ല. അതുപോലെ മോഹൻലാൽ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇപ്പോഴത്തെ പിള്ളാരുടെ അത്രയും പോലും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത നടനായി. ഒരേ പാറ്റേൺ അഭിനയിക്കുന്ന നടനായി. ഇവർ അത് കണക്ക് തന്നെ ഹാഷിർ ആൻഡ് നസ്ലിമും അവരാണ് അടുത്ത സൂപ്പർ സ്റ്റാർ. മോഹൻലാലും മമ്മൂട്ടിയും എന്താ പറയുക കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നത്, അവർക്ക് ഇനി അഭിനയം നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണം വരുന്നുണ്ട്. അതായത് ദൃശ്യം 3ക്ക് നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ് വരുന്നുണ്ട്. അതുപോലെ മമ്മൂട്ടി പടത്തിനും, അതായത് മമ്മൂട്ടീനെ നിരന്തരം അതിനകത്ത് ഈ പോസ്റ്റിന് താഴെ മോഹൻലാൽ ഫാൻസുകാർ വന്ന് തെറി വിളിക്കുക. എന്നിട്ട് അതിനകത്ത് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ളത് മമ്മൂട്ടിനെ കുറിച്ച് ചീത്ത പറയുക. മമ്മൂട്ടി ഇന്നേവരെ 100 കോടി, മമ്മൂഞ്ഞി ഇതുവരായിട്ടും 100 കോടി വന്നു. ശരിക്കും മമ്മൂട്ടി 100 കോടി എന്ന് പറയുന്ന ഒരു സംഖ്യ എത്തിച്ച് ഇവിടെ തെളിയിക്കേണ്ട ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന് 100 കോടിയൊന്നും കളക്ഷൻ കിട്ടേണ്ട കാര്യവുമില്ല. ഒരു പടം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കുമുതൽ തിരിച്ചു കിട്ടി ലാഭം ഉണ്ടാക്കാൻ കഴിവുള്ള ആർക്ക് സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹത്തിന്റെ പടമൊന്നും നഷ്ടം ഉണ്ടാകുന്നൊന്നുമില്ല. അദ്ദേഹത്തിന് 100 കോടി തെളിയിക്കേണ്ട കാര്യവുമില്ല. കാരണം മലയാളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഹൻലാലായിട്ട് കമ്പയർ ചെയ്യുന്ന നടനെയൊക്കെ നോക്കി ഹാഷിറിനെയൊക്കെ വെച്ചിട്ടാണ് മോഹൻലാലിനെ കമ്പയർ ചെയ്യുന്നത്. ഒന്നോ രണ്ടോ പടത്തിൽ, അതായത് 2 പടം കണ്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. റീൽസിനൊക്കെ നല്ലപോലെ എന്താ പറയുക റീച്ച് കിട്ടാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരാളെന്ന് നോക്കി മോഹൻലാലിനെയൊക്കെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. മോഹൻലാലിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഇനി ഹാഷിറിൻ്റെ കാലമാണ് വരാൻ പോണത്. എന്തൊക്കെ കോമാളിത്തരമാണ് ഇവർ ആൾക്കാർ ഈ അടിച്ചു വിടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഈ ഹാഷിറിനായാലും നസ്ലിമായാലും 25 വയസ്സാണ് ഉള്ളത്. 25 വയസ്സെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഇരട്ടി പ്രായത്തിൻ്റെ എക്സ്പീരിയൻസ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അദ്ദേഹം 50 വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള രണ്ടുപേരാണ് മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം മോഹൻലാൽ 26-ാമത്തെ വയസ്സിൽ രാജാവിൻ്റെ മകൻ കണക്കത്തെ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോഴും ഇവർ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കാൻ ഇപ്പോഴും പറ്റില്ല. 26-ാമത്തെ വയസ്സിലാണ് രാജാവിൻ്റെ മകൻ അദ്ദേഹം അഭിനയിക്കും. വിൻസെന്റ് തോമസ് എന്ന് പറഞ്ഞ റോള് 26 വയസ്സുള്ളപ്പോഴാണ് മോഹൻലാൽ അഭിനയിച്ച് ഭരിപ്പിക്കുന്നത്. അദ്ദേഹത്തിനായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വെച്ച് താരതമ്യം ചെയ്യുന്നതിന് തെറ്റാണ് അങ്ങനെ വരാൻ നേരത്ത് തന്നെ. പിന്നെ കാലാകാലങ്ങളിൽ പടം വിജയിക്കും. കാരണം നല്ല കഥകൾ ഉണ്ടെങ്കിൽ വിജയിക്കും. ഇപ്പൊ ചിത്രത്തിനെക്കാളും കൂടുതൽ ഓടിയത് മറ്റേ ഗോഡ് ഫാദർ ആണ്. പടം നല്ലതാണെങ്കിൽ ആരും അഭിനയിക്കുന്നുള്ളതിനെ നോക്കാറില്ല. കാരണം നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. മലയാള സിനിമ വളരുകയാണ് വലുതായിട്ടല്ലേ. അപ്പോൾ ഏത് പടം വിജയിച്ചാലും നമുക്ക് സന്തോഷം. കാരണം മലയാളികളുടെ പടമാണ് വിജയിക്കുന്നത്. മറ്റുള്ള നാടുകളിൽ അല്ലെ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളുകയാണ് വേണ്ട. അല്ലാതെ ഒരാളുടെ ഇന്നാളുടെ പടം തന്നെ വിജയിക്കണം എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്. മോഹൻലാലിൻ്റെ പടം വിജയിച്ചില്ലെങ്കിലും നമ്മുടെ മലയാള സിനിമ വിജയിക്കുന്നു. അതിലൂടെ എന്താ പറയുക, സിനിമ വളരുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ പാതയിലൂടെയാണ് മറ്റുള്ളവരെല്ലാം ട്രാവൽ ചെയ്യുന്നത്. കാരണം ഇവരാണ് പുറം നാടുകളിൽ മാർക്കറ്റ് ഉണ്ടാക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയുടെ പടങ്ങൾ വെച്ചിട്ടാണ് തന്നെയാണ് ഒരു പണ്ടുള്ള നാട്ടുകാരെല്ലാം നമ്മളെ അറിയുന്നത്. ഇപ്പം നമ്മുടെ മലയാള സിനിമ വളർന്ന് വലുതാവുന്നു. ഈ ദൃശ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ലാർജായിട്ടൊരു സ്കെയിൽ തുറന്ന സിനിമയാണ്. അദ്ദേഹത്തെ ഈ എന്താ പറയുക അധിക്ഷേപിക്കുക, നിങ്ങൾക്ക് എന്താ പറയുന്നത് രൂപ രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് എന്താ വിലയിരുത്താം. അതിനകത്ത് നമുക്ക് വിമർശിക്കാം. പക്ഷേ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് തെറ്റാണ്. കാരണം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മേടിച്ചിട്ട് ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ വിമർശിക്കുന്ന തന്നെ ഒരു എന്താ പറയുക ഒരു അധിക്ഷേപത്തിലൂടെയാണ് വിമർശിക്കുന്നത്. പിന്നെ വാഴ വെച്ചുള്ള സിനിമ വെച്ചിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾ നോക്കുന്നത്. വാഴ എന്ന് പറഞ്ഞ ചെടിയിൽ ഒരിക്കലും ഒരു കൊലയെ കളിക്കത്തുള്ളൂ. അദ്ദേഹം ഒരു കൽപ്പവൃക്ഷമാണ്, തെങ്ങാണ്. ഓരോ സീസണിലും നമുക്ക് അതിനകത്ത് നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. വാഴയ്ക്കകത്ത് നിന്ന് ഒരു കൊല മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ മറക്കരുത്.